ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ഡൊമൈൻ റേഞ്ച് അതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ചില പ്രത്യേകതരം ചില റിയൽ ഫംഗ്ഷനെ കുറിച്ചും പറഞ്ഞു. രണ്ടെണ്ണം അല്ലേ, രണ്ടല്ല 3 ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. ഒന്ന് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ f(x) ആ ഗ്രാഫ് വരച്ച് ഡൊമൈനും റേഞ്ചും കണ്ടു. പിന്നെ രണ്ടാമതായിട്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ f(k) അതും ഗ്രാഫും വരച്ച് ഡൊമൈൻ റേഞ്ചും പറഞ്ഞു. പിന്നെ 2 പോളിനോമിയൽ ഫംഗ്ഷൻസ് നമ്മൾ ഗ്രാഫ് വരച്ച് ചെയ്തിരുന്നു. ഒന്ന് x2ഉം f(x)(x2) അടുത്തത് f(x)(x3). അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനിയിപ്പം അതുപോലെയുള്ള കുറച്ച് ഗ്രാഫും കൂടെ ഉണ്ട്, ഒരു 3-4 ഗ്രാഫും കൂടി ഉണ്ട്. അതും കൂടെ അത് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഗ്രാഫുകളിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങളത് പഠിക്കണം. ഇനി അടുത്തത് റാഷണൽ ഫംഗ്ഷൻസാണ്. അപ്പം നമ്മൾ 3 പഠിച്ചത് ഐഡൻറ്റിറ്റി, കോൺസ്റ്റന്റ്, പോളിനോമിയൽ ഫംഗ്ഷൻസ് 3 പഠിച്ച. നാലാമത്തെ റാഷണൽ ഫംഗ്ഷൻസ്. റാഷണൽ ഫംഗ്ഷൻസിന്റെ ഫോം ഇതാണ്. f(x) അവിടെ നമുക്ക് ഡൊമൈനോ റേഞ്ചോ ഒന്നും പറയാൻ പറ്റില്ല. അത് ആ ഫംഗ്ഷൻ പർട്ടിക്കുലർ ആയിട്ട് തന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ f(x) p(x)/q(x). ഈ ഫോമിൽ വരുന്ന ഫംഗ്ഷൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നാൽ ബൈ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് q(x) ≠ 0 ആയിരിക്കണം. ഡിനോമിനേറ്റർ ഒരു കാരണവശാലും 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ ഫോമിൽ വരുന്ന ഈ p(x)ഉം q(x)ഉം പോളിനോമിയൽസ് ആണ്. p(x)ഉം പോളിനോമിയലാണ്, q(x)ഉം പോളിനോമിയലാണ്. ആ രീതിയിൽ വരുന്ന p(x)/q(x) ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ 0 ആവരുത്, q(x) ≠ 0 ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ഗ്രാഫ് വരച്ച് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ഒരെണ്ണം മതി. 1/x എന്ന് പറയുമ്പോൾ p(x)/q(x) ആണ്. ഈ p(x)ഉം q(x)ഉം പോളിനോമിയൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് മതിപ്പെടും കേട്ടോ. കോൺസ്റ്റന്റും പോളിനോമിയൽ തന്നെയാണ്. കോൺസ്റ്റന്റ് ഇപ്പം 3 കോൺസ്റ്റന്റ്, 3യെ നമുക്ക് 3x⁻0 എന്ന് എഴുതാം. എക്സിന്റെ പവർ വന്നാൽ എക്സിന്റെ പവർ വരുന്നതൊക്കെ പോളിനോമിയൽ ഫംഗ്ഷൻസ്. അപ്പം കോൺസ്റ്റന്റ് ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് f(x) 1/x കുറിച്ചാണ്. f(x) 1/x പറഞ്ഞെങ്കിൽ x 0 ആവരുത്. ഡിനോമിനേറ്റർ ആയ x ≠ 0 ആയിരിക്കണം. 1/0 നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് എക്സിന് 0 മാത്രം എടുക്കാൻ പാടില്ല, വേറെ ഏത് വാല്യൂ എടുക്കാം. എക്സിന് 0 മാത്രം എടുക്കാൻ പാടില്ല, ബാക്കി എന്ത് വേണേലും എടുക്കാം. അപ്പം ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് R-ൽ നിന്ന് 0 എന്ന് പറയുന്ന എലമെന്റ് വരുന്ന സെറ്റും കളഞ്ഞാൽ മതി. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ട പോയിന്റ് അടയാളപ്പെടുത്തിയല്ലേ ചെയ്യുന്നത്. അപ്പം f(x) എന്ന് പറഞ്ഞാൽ f(x) എന്ന് പറഞ്ഞാൽ y ആ, അത് കണ്ടുപിടിക്കാം. 0 ഇല്ല, 0 മാത്രമില്ല. 1 വരുമ്പോൾ 1/1 അത് 1 ആ. 2 വരുമ്പോൾ 1/2 അത് 0.5 ആ. 3 വരുമ്പോൾ 1/3 0.33. 3 വേണമെന്നില്ല, 4 എടുക്കാം. 4 എടുക്കുമ്പോൾ 1/4 വരും, അത് 0.25 ആ. ഇനി നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ്സ് എടുക്കാം. ഇനി നമുക്ക് 0.5 എടുക്കാം. 0.5 എടുക്കും. 1/0.5 ആ. 1/0.5 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 2 വരും. 0.5 എന്ന് വെച്ചാൽ 1/2 അല്ലേ. 1/1/1/2 ആ. 0.5 എന്ന് വെച്ചാൽ 1/2 അല്ലേ. ഹരിക്കുന്നതിന് വരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 1 × 2/1. അപ്പം ആൻസർ 2 കിട്ടും. അതുപോലെ തന്നെ 0.25 കൊടുക്കുമ്പോൾ 0.25 കൊടുക്കുമ്പോൾ 1/1/4 വരും, അത് 4 കിട്ടും. ഇനി ഇതിൻ്റെ എല്ലാം നെഗറ്റീവും കൊടുക്കാം. ഇതിൻ്റെ എല്ലാം നെഗറ്റീവും. അപ്പം ഇനി -1 വരുമ്പോൾ 1/-1 അത് -1 വരും. -2 കൊടുക്കുമ്പോൾ 1/-2 അത് -0.5 വരും. ഇനി -4 വരുമ്പോൾ -0.25 വരും. ഇനി -0.5 വരുമ്പോൾ -2 വരും. -0.25 വരുമ്പോൾ -4 വരും. ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും പിന്നെ 0യുടെ 1ന്റെ ഇടയ്ക്ക് കിടക്കുന്നതൊക്കെ എടുക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണേ. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അതായത് x-ആക്സിസിൽ ഇതൊക്കെ 4ഉം -4ഉം ഒക്കെ വേണം. y-ആക്സിലും അതൊക്കെ വേണം. അപ്പം കൃത്യം നടുക്കായിട്ട് തന്നെ വരയ്ക്കണം. 4ഉം -4ഉം ഒക്കെ വരണം. അപ്പം കൃത്യം നടുക്കായിട്ട് തന്നെ വരയ്ക്കാം.
ഇത് എക്സ് ഇത് വൈ. അപ്പോൾ 0 1 2 3 4 -1 -2 -3 -4 താഴോട്ട് അതുപോലെ തന്നെ -1 -2 -3 -4 മേളിലോട്ടും അങ്ങനെ തന്നെ 1 2 3 4. അപ്പം നമ്മൾ പോയിന്റ്സ് എല്ലാം അടയാളപ്പെടുത്തി. ഇനി കറക്റ്റ് ആയിട്ട് നോക്കുക. 1 വരുമ്പോൾ 1ന്റെ ഈ 1ന്റെ നേരെ ഈ 1ന്റെ നേരെ ഇവിടെ വരും 1 1 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി 2 വരുമ്പോൾ 0.5 ആണ്. 2 വരുമ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇതാ 0.5. അപ്പം 2 വരുമ്പോൾ ആ 0.5ന്റെ നേരെ ഇവിടെ വരും. കണ്ടോ? ഇനി അടുത്ത 4 എടുക്കുമ്പോൾ 0.25 ആണ്. 0.25 എന്ന് പറയുമ്പോൾ ഇതിന്റെ 0യുടെയും 0.5ന്റെയും നടുക്ക് ഇവിടെ വരും 0.25. അപ്പം 4ന്റെയും അതിന്റെ നേരെ ഇവിടെ വരും. കണ്ടോ? ഇനി അടുത്ത് ഇനി ഇതിങ്ങനെ കുറഞ്ഞു താഴോട്ട് വരും. ഇനി നമ്മൾ എടുക്കുന്നത് 0.5 ആണ്. എക്സിന്റെ 0.5 എക്സൈസൽ 0.5 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇതാ 0.5. 0.5 വരുമ്പോൾ 2 ആണ്. 0.5ന്റെ നേരെ 2 വരും. 0.5ന്റെ നേരെ ഇവിടെ 2 വരും. കണ്ടു? ഇനി അടുത്ത 0.25 വരുന്നു. 0.25 എന്ന് ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇവിടെയായിട്ട് വരും 0.25. അപ്പം അതിന്റെ നേരെ വരുമ്പോൾ 4 വരും. ഇവിടെ ഞാൻ 4 എഴുതുക. 3 ഇവിടെ 3ഉം 4ഉം അവിടെ എഴുതിയേ ഉള്ളൂ. അടയാളപ്പെടുത്താൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഇതിന്റെ നേരെ 4 ഇവിടെ വരും. ഇവിടെ കണ്ടോ? അപ്പം ഇതിങ്ങനെ എക്സൈസിനോട് അടുത്തോണ്ടിരിക്കും. ഈ ഭാഗം ഇങ്ങനെ വൈ ഐസിനോടും അടുത്തോണ്ടിരിക്കും. ഒരു സെക്ഷൻ അത്. ഇവിടെ നെഗറ്റീവ് സെക്ഷനും കൂടെ വരയ്ക്കണം. -1 വരുമ്പോൾ -1. അപ്പം -1ന്റെ നേരെ -1 ഇവിടെ വരും. -1 ഈ -2 എടുക്കുമ്പോൾ ഒക്കെ മുകളിലോട്ട് എഴുതാം. അടയാളപ്പെടുത്താൻ എളുപ്പത്തിനാണ്. -2 എടുക്കുമ്പോൾ നോക്കുക. എക്സിന്റെ -2 എടുക്കുമ്പോൾ -0.5 ആണ്. -0.5 ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇവിടെയായിട്ട് വരും -0.5. അപ്പം ആ 0.5ന്റെയും -2ന്റെയും നടുക്ക് നേരെ ഇവിടെ വരും. കണ്ടോ? ഇനി -4 എടുക്കുമ്പോൾ -0.25 ആണ്. -0.25 ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇവിടെയായിട്ട് വരും. അപ്പോൾ ഈ -2.25ഉം 4ന്റെയും കൂടെ നേരെ ഇവിടെയായിട്ട് വരും. കണ്ടോ? ഇങ്ങനെ വരും. ഇനി അടുത്തത് -0.5 -0.5 എക്സൈസൽ -0.5 എടുക്കുമ്പോൾ ഈ നടുക്ക് വരും. കേട്ടോ? -0.5. അപ്പം -0.5 വരും -2 ആണ്. -2 ഇവിടെ വരും. -0.5ന്റെ നേരെ -2. അടുത്ത -0.25 എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇവിടെ വരും. അത് വരുമ്പോഴത്തേക്കും -4ലേക്ക് വരും. ഇവിടെ വരും. കണ്ടോ? അപ്പം ഇങ്ങനെ വരും ഗ്രാഫ്. ഈ സെക്ഷൻ ഇങ്ങനെ ജോയിൻ ചെയ്യുക. കറക്റ്റായിട്ട് വരച്ചാൽ മതി. ഇതിങ്ങനെ ഇങ്ങനെ ഇതിനോട് അടുത്തോണ്ടിരിക്കും. ഇതിങ്ങനെ അടുത്തോണ്ടിരിക്കും. അതുപോലെ ഇതും വരയ്ക്കും. ഇങ്ങനെ അടുത്തോണ്ടിരിക്കും. ഇതാണ് 1/xന്റെ ഗ്രാഫ്. f(x) = 1/xന്റെ ഗ്രാഫ്. ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ ലൈൻ ഈ കർവ് ഈ y-നെ ടച്ച് ചെയ്യത്തേയില്ല. y-ന്റെ ഈ ഭാഗം y-നോട് അടുത്തോണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. തൊട്ടടുത്ത് വരെ വരും. ഏറ്റവും അടുത്ത പോയിന്റ് വരെ വരും. പക്ഷെ കൂട്ടിമുട്ടത്തില്ല. ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് വരെ വരും. കൂട്ടിമുട്ടത്തില്ല. ഇതും അതുപോലെ തന്നെ അടുത്തോണ്ടിരിക്കും. കൂട്ടിമുട്ടുകയില്ല. ഇവിടെ ഇല്ല. ആക്സിസിനോട് അടുത്തോണ്ടിരിക്കും. പക്ഷെ കൂട്ടിമുട്ടത്തില്ല. അതായത് 0 എന്ന് പറയുന്ന പോയിന്റില് 0യുടെ നേരെ ഈ ലൈന് ഒരിക്കലും ഗ്രാഫ് എത്തത്തില്ല. 0യുടെ നേരെ 0യ്ക്ക് നോട്ട് ഡിഫൈൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 0യ്ക്ക് വാല്യൂ കിട്ടത്തില്ല. 1/0 നോട്ട് ഡിഫൈൻഡ്. അതായത് 0യ്ക്ക് മാത്രം ഇമേജ് ഇല്ല. 0 മാത്രം അതിന്റെ ഡൊമൈനിലും റേഞ്ചിലും വരത്തില്ല. ഇപ്പൊ ഗ്രാഫ് കിട്ടിയ ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ ഇപ്പൊ ഡൊമൈൻ കാണേണ്ട എക്സൈസിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ഗ്രാഫിനെ എക്സൈസിലേക്ക് താക്കുക. ഈ ഭാഗം മുഴുവൻ കിട്ടും. ഇതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അപ്പൊ 0 മാത്രം കിട്ടത്തില്ല. ബാക്കി എല്ലാം വരും. 0യിൽ ഇത് കൂട്ടിമുട്ടുന്നില്ലല്ലോ. കൂട്ടിമുട്ടാത്തതാണ് 0. കൂട്ടിമുട്ടിയാലേ 0 വരുള്ളൂ. ഇതിങ്ങനെ അടുപ്പിച്ചോണ്ട് ഇങ്ങനെ ഞെക്കി താക്കുമ്പോഴത്തേക്ക് ഇവിടം വരെ വരും. ഇങ്ങേയറ്റം വരെ വരും. പക്ഷെ 0 മാത്രം വരികയില്ല. അതുപോലെ ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് ഞെക്കിക്കൊണ്ടുവരിക.
എക്സൈസിലേക്ക് കൊണ്ടുവരിക. എക്സൈസിലേക്ക് ഇങ്ങനെ പതിപ്പിക്കുമ്പോൾ ഇവിടെ ഫുള്ള് കിട്ടി, ലൈൻ ഏകദേശം ഫുള്ള് കിട്ടും എക്സെപ്റ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് 0 മാത്രം വരികയില്ല, 0 മാത്രം വരികയില്ല. അതായത് റിയൽ ലൈൻ ഫുള്ള് വരും എക്സെപ്റ്റ് 0. 0 മാത്രം വരികയില്ല. 6 സെറ്റാണ് 0 ഒരു എലമെന്റ്. അതുകൊണ്ട് 0 നമ്മൾ സെറ്റ് 0 എഴുതണം. നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് 0 വരുന്ന സെറ്റ് സബ്ട്രാക്ട് ചെയ്യുക. ആ പോയിന്റ് മാത്രം കളയുക, ബാക്കി എല്ലാ പോയിന്റും വരും. ഇതേ കേസിലെ റേഞ്ചിലും റേഞ്ച് കാണുമ്പോൾ YIസിലേക്ക് കൊണ്ടുവരണം. YIസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ 0 മാത്രമേ വരാതിരിക്കുന്നുള്ളൂ. ഈ ഇവിടെ ഞെക്കുമ്പോൾ ഈ ഫുള്ള് കിട്ടും, ഇവിടെ ഞെക്കുമ്പോൾ താഴെ കിട്ടും, 0 മാത്രം വരത്തില്ല. അപ്പൊ റേഞ്ചും അത് തന്നെ, റേഞ്ചും R മൈനസ് സെറ്റ് 0. അപ്പൊ ഡൊമൈനും റേഞ്ചും R മൈനസ് സെറ്റ് 0. ഇതാണ് 1/xന്റെ ഗ്രാഫ്. ഇത് പഠിച്ചോണം. 1/x f(x) = 1/xന്റെ ഗ്രാഫാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോഡുലസ് 3 കൂടി ഉണ്ട്. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷനാണ്. നാലാമത്തെ ഇപ്പം പഠിച്ച 5ാമത്തെ മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ ഇതാണ് ദ ഫംഗ്ഷൻ f from R to R given by f of x equal to modulus x. മോഡുലസ് x എന്ന് വെച്ചാൽ അറിയാമല്ലോ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x. എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 0യിൽ നിന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. 0യിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ്. ഇപ്പൊ എക്സാമ്പിൾ ഒരു നമ്പർ ലൈൻ 0 ഇത് -5ന്റെ മോഡുലസ് ചോദിച്ചാൽ 0 തൊട്ട് -5 വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഓൺലി ഡിസ്റ്റൻസ്. മോഡുലസ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് ദ പോയിന്റ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ -5 5 ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്. അപ്പൊ മോഡുലസ് എടുത്താൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവേ കിട്ടുള്ളൂ, പോസിറ്റീവ് മാത്രം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ എഴുതി ദ ഫംഗ്ഷൻ f from R to R given by f of x equal to modulus x. This is called modulus function. ഡൊമൈനും റേഞ്ചും എഴുതാം. അപ്പൊ അതിനായിട്ട് x ഉം y equal to modulus x അത് എഴുതുക. x ഉം y എന്ന് വെച്ചാൽ f of x തന്നെയാണ്. മോഡുലസ് x 0 മോഡുലസ് 0 എന്ന് വെച്ചാൽ 0 തന്നെയാണ്. 1 മോഡുലസ് 1 എന്ന് വെച്ചാൽ അത് 1 തന്നെയാണ്. 2 മോഡുലസ് 2 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. 2 വരെയുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ് തന്നെയാണ്. ഇനി -1 വരുമ്പോൾ -1ന്റെ മോഡുലസ് 0 തൊട്ട് -1 വരെയുള്ള ഡിസ്റ്റൻസ് അത് പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസ് തന്നെ എപ്പോഴും പോസിറ്റീവാണ്. -2 എന്ന് പറയുമ്പോൾ മോഡുലസ് -2 എന്ന് പറയുമ്പോൾ 2. മോഡുലസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവാണ്. നെഗറ്റീവ് വന്നാലും അതിന്റെ വാല്യൂ പോസിറ്റീവാണ്. പിന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് താഴെ y ആക്സിൽ പോസിറ്റീവേ ഉള്ളൂ, y വാല്യൂ പോസിറ്റീവേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ അധികം താഴോട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. x y 0 1 2 3 -1 -2 -3 1 2 3 0 വരുമ്പോൾ 0 0 0 1 വരുമ്പോൾ 1 1ന്റെ നേരെ 1 2ന്റെ നേരെ 2 3 വരുമ്പോഴും 3 തന്നെയാണ്. 3 വരുമ്പോൾ 3 വരും. ഇനി -1 വരുമ്പോഴും 1 -2 വരുമ്പോൾ 2 -3 വരുമ്പോഴും 3. ഒരു വി ഷേപ്ഡ് ഗ്രാഫ് ആയിരിക്കും. വി ഷേപ്ഡ് ഗ്രാഫ്. മോഡുലസ് ഈസ് എ വി ഷേപ്ഡ് ഗ്രാഫ്. വി ഷേപ്പ് അതിന്റെ. ഡൊമൈനും റേഞ്ചും പറയാം. ഡൊമൈൻ നോക്കിക്കേ, ഗ്രാഫിനെ എക്സൈസിലേക്ക് ഞെക്കിക്കൊണ്ടുവരിക. എക്സൈസിലേക്ക് ഞെക്കിക്കൊണ്ടുവരുമ്പോൾ ഈ ഭാഗവും ഫുള്ള് കിട്ടും, ഈ ഭാഗവും ഫുള്ള് കിട്ടും, 0 ഉൾപ്പെടെ കിട്ടും. ഡൊമൈൻ 6. ഡൊമൈൻ ഈക്വൽ ടു 6 വരും. റേഞ്ച് ഈക്വൽ ടു റേഞ്ച് കാണുമ്പോൾ ഈ സൈഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് പാർട്ട് കിട്ടും, ഈ സൈഡിനെ YIസിലേക്ക് കൊണ്ടുവരാൻ പോസിറ്റീവ് പാർട്ട്. രണ്ട് സൈഡും ഞെക്കിക്കൊണ്ടുവരുമ്പോഴും പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. R+. റിയൽ നമ്പേഴ്സിന്റെ പോസിറ്റീവ് പാർട്ട് മാത്രം. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അതാണ് റേഞ്ച്. ഇപ്പം ഡൊമൈനും റേഞ്ച് കിട്ടി. മോഡുലസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നംന്നോ സൈനെന്നോ ഒക്കെ വായിക്കാതെ സിഗ്നം ഫംഗ്ഷൻ. SIGNUM. സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ. ഇപ്പൊ സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് ദ ഫംഗ്ഷൻ f from R to R by f of x എന്ന് പറയുന്നത്. f of x equal to ഇത് 3 കേസ് ആയിട്ടാണ്. when x less than 0, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് സൈഡിലെ x എടുക്കുമ്പോൾ ഫുള്ള് -1. നെഗറ്റീവ് എക്സിന്റെ ഏത് വാല്യൂ നെഗറ്റീവ് ഏത് വാല്യൂ എടുത്താലും അതിന്റെ ഫുള്ള് f of x എന്ന് പറയുന്നത് -1. ഇനി x 0 ആവുമ്പോൾ when x equal to 0 ആവുമ്പോൾ അത് 0യിലേക്ക് വരും. ഇനി ഒന്നുകൂടെ ഉണ്ട്,
when x greater than 0, x less than 0 നെഗറ്റീവ്, x greater than 0 പോസിറ്റീവ്, പിന്നെ x equal to 0 മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x less than 0 -1, equal to 0 0, ഇനി greater than 0 +1. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. f is equal to -1 when x less than 0, 0 when x equal to 0 and +1 when x greater than 0. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം, അതിനായിട്ട് ടേബിൾ ഒന്ന് വരയ്ക്കാം. x y equal to f of x. എക്സിന്റെ വാല്യൂ നമുക്ക് 0 എടുക്കാം, പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. 0 വരുമ്പോൾ x 0 ആകുമ്പോൾ വാല്യൂ 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. f of x ന്റെ വാല്യൂ 0 x 0 ആകുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി x നെഗറ്റീവ് വരുമ്പോൾ അല്ലെ x പോസിറ്റീവ് നമുക്ക് എഴുതാം. 1 വന്നാലും 2 വന്നാലും 3 വന്നാലും എന്ത് വന്നാലും കംപ്ലീറ്റ് 1. എക്സ് പോസിറ്റീവ് വാല്യൂ ഏതെടുത്താലും ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും 1 ആണ് വന്നേക്കുന്നത്, എല്ലായിടത്തും 1. ഇനി നെഗറ്റീവ് ഏതെടുത്താലും -1. ഇനി -1 എടുത്താലും -2 എടുത്താലും -3 ഏതെടുത്താലും ഇവിടെ എല്ലാം വാല്യൂ -1. ഈ 3 വാല്യൂസേ ഉള്ളൂ. -1ഉം 0ഉം 1ഉം മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ഇനി നമുക്ക് ഗ്രാഫ് വരച്ചാൽ മതി. 0 1 2 3 4. ഇനി ഇതുപോലെ പോയിന്റ് 0.1 എടുത്താലും പോസിറ്റീവ് ഏതെടുത്താലും 1. അതുപോലെ -0.1 എടുത്താൽ ഏതെടുത്താലും -1. പോസിറ്റീവ് കണ്ടാൽ ഫുള്ള് 1, നെഗറ്റീവ് കണ്ടാൽ ഫുള്ള് -1. 0 മാത്രം 0. -1 -2 -3 ഇത് 1 -1. ഇത്രയും മതി. ഇനി നമുക്ക് നോക്കാം. 0 ഇതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ പോയിന്റ് ഞാൻ ഡാർക്ക് ആയിട്ട് റൗണ്ട് ചെയ്യുന്നു. ഇനി 1 1, 2 1, 3 1. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം 1. ഇടയ്ക്ക് എല്ലാം 1, കംപ്ലീറ്റ് 1. 0.1ലും 1. ഇവിടെ എല്ലാം 1. നമ്മൾ 1-2 വാല്യൂ എഴുതുന്നുണ്ട്, പക്ഷെ ഇവിടെ കംപ്ലീറ്റ് 1. അതുപോലെ തന്നെ -1 എടുക്കുമ്പോഴും -1 ആണ്, -2 എടുക്കുമ്പോഴും -1 ആണ്, -3 എടുക്കുമ്പോഴും അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം -1 വരുന്നത്. എവിടെ എടുത്താലും ഈ -1 ഇവിടെ 0യിൽ വരുമ്പോൾ മാത്രമില്ല, 0 വരുമ്പോൾ മാത്രം 0. പോസിറ്റീവ് സൈഡിൽ കംപ്ലീറ്റ് 1. അതായത് ഇവിടെ നമ്മളൊരു വെറുതെ ഒരു വട്ടം ഇടുന്നു, കാരണം 0യുടെ നേരെ ഈ പോയിന്റ് 1 അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആരോ മാർക്ക് വരയ്ക്കും, ആരോ അല്ല ലൈൻ വരയ്ക്കുന്നു. ഇവിടെ കംപ്ലീറ്റ് 1. 0യ്ക്ക് തൊട്ട് മുമ്പ് 0യ്ക്ക് ശേഷം തൊട്ട് കംപ്ലീറ്റ് 1. 0യിൽ എത്തുമ്പോൾ x 0യിൽ എത്തുമ്പോൾ നേരെ 0യിലേക്ക് വരും. ഈ x നെഗറ്റീവിലേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് -1 ആവും. ഇവിടെ കംപ്ലീറ്റ് -1 ആകും. അപ്പോൾ ഇവിടെ വെറുതെ ഒരു വട്ടം ഇടുക, ഡാർക്കായിട്ട് വട്ടം ഇട്ടാൽ ആ പോയിന്റ് ഉണ്ടെന്നാണ് മീനിങ്. ഓപ്പൺ ആയിട്ട് വട്ടം ഇട്ടാൽ ഈ പോയിന്റ് മാത്രമില്ല. അതായത് ഇതിന്റെ നേരെ 1 വന്നു, 1ന്റെ നേരെ ഇവിടെ 0 അല്ലേ, 0യിൽ 0 ആണെന്ന് കാണിക്കാൻ വേണ്ടി ഡാർക്കായിട്ട് വട്ടം ഇടുന്നത്. അപ്പോൾ 0യുടെ നേരെ 1 ഇല്ല എന്ന് കാണിക്കാനാണ് ഓപ്പൺ ആയിട്ട് വട്ടം ഇടുന്നത്. അതുപോലെ 0യുടെ നേരെ -1 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഓപ്പൺ ആയിട്ട് -1 ഇടുന്നത്, അല്ല വട്ടം ഇടുന്നത്. പിന്നെ അവിടെ നിന്ന് ഫുള്ള് -1. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഈ പാർട്ട് നേരെ താഴേക്ക് കൊണ്ടുവരിക. 0 ഒഴിച്ച് ബാക്കി ഫുള്ള് വരും. 0 മാത്രമില്ല, ബാക്കി ഫുള്ള് വരും. ഈ ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 0 ഒഴിച്ച് ബാക്കി ഫുള്ള് വരും. പക്ഷെ ഇവിടെ ഓൾറെഡി 0 ഉണ്ട്. ഇവിടെ നമ്മൾ 0 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 0 മാത്രം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ഫുള്ള് ഇതിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉണ്ട്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഒരു ഭാഗമാണ് ഈ പോയിന്റ്. അതുപോലെ തന്നെ ഈ ഗ്രാഫിനെ കൊണ്ടുവരുമ്പോൾ 0 കഴിഞ്ഞിട്ടുള്ള ഫുള്ള് വരും. അപ്പോൾ 0 കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇവിടെ ഈ ഗ്രാഫിൻ്റെ അകത്തുണ്ട്. 0 കഴിഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിലെ പോർഷൻ മുഴുവൻ ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഓൾറെഡി 0 ഉണ്ട്, ഫുള്ള് വരും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6. ഇനി റേഞ്ച് നോക്കുക. റേഞ്ച് നോക്കേണ്ടത് y-ആക്സിലേക്കാണ് കൊണ്ടുവരുന്നത്. y-ആക്സിലേക്ക് ഇത് മുഴുവൻ കൊണ്ടുവരുമ്പോൾ, ഈ ഭാഗം മുഴുവൻ കൊണ്ടുവരുമ്പോൾ ഒറ്റ 1 മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ പോയിന്റ് ഓൾറെഡി ഉണ്ട്, 0 ഗ്രാഫിന്റെ ഭാഗമാണ്, 0യും ഉണ്ട്. ഇനി ഈ ഭാഗം മുഴുവൻ കൊണ്ടുവരുമ്പോഴേ -1 കിട്ടും. അപ്പം ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. ആ 3 വാല്യൂസ് -1ഉം 0യും 1ഉം ഇത് പോയിന്റ്സ് ആയതുകൊണ്ട് സെറ്റിന്റെ സിമ്പിൾ ഉണ്ടോ. റേഞ്ച് എന്ന് പറയുന്നത് ഈ 3 -1ഉം 0യും 1ഉം 3 റേഞ്ചിൻ്റെ അകത്തുള്ളൂ. ഡൊമൈനിൻ്റെ അകത്ത് ഫുള്ള് വരുന്നുണ്ട്. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്തത് ഒരെണ്ണം കൂടിയുണ്ട്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അത് ഇച്ചിരി ശ്രദ്ധിച്ച് വേണം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. ദ ഫംഗ്ഷൻ f from
R to R given by f of x equal to greatest integer of x. ഈ സിമ്പിൾ കണ്ട മീനിങ് ഇതാണ്. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് എക്സ് കണ്ടാൽ മീനിങ് ഇതാണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്ന അതിന്റെ മീനിങ്. അപ്പൊ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സിന്റെ മീനിങ് ഇതാണ്. ദിസ് മീൻസ് the greatest integer less than or equal to x. Greatest integer less than or equal to x. xോ എക്സിൽ കുറവോ ആയിട്ട് വരുന്ന ഇൻറ്റിജേഴ്സിലെ ഏറ്റവും വലുത്. അതായത് നിങ്ങൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.5 കാണണം. 2.5 എന്ന് പറയുമ്പോൾ 2ന്റെയും 3യുടെ ഇടയ്ക്ക് വരും. ഇതാണ് 2.5. ഇതിന്റെ ഇടത് സൈഡിൽ 1 ഉണ്ട്, 0 ഉണ്ട്, എക്സെട്ര ഉണ്ട്. അപ്പൊ ദ ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5. ഇന്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 എന്ന് 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, എക്സെട്ര ഇതെല്ലാം ഉണ്ട്. അതിലെ ഏറ്റവും വലുത്, ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിന്, അതായത് 2.5ന്റെ ഏറ്റവും ഇടത് സൈഡിൽ ആദ്യം വരുന്ന ഇന്റിജർ, 2.5ന്റെ ഇടത് സൈഡിൽ ആദ്യം വരുന്ന ഇന്റിജർ ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 2.5. 2.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഇതിന്റെ തൊട്ട് ലെഫ്റ്റിൽ വരുന്നത്, ആദ്യം വരുന്നത് 2. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1 ചോദിച്ചാൽ 1ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന് 1 തന്നെയാണ്. അതൊരു ഇൻറ്റിജർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് തന്നെയാണ്. -1ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് വെച്ചാൽ -1 തന്നെയാണ്. ഇൻറ്റിജർ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പോയിന്റ് വരുമ്പോഴാണ് ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ 0.9 ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ 0.9ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ചോദിച്ചാൽ 0.9 ഇത് എവിടെയായിട്ട് വരും? 0.9. അതിനെക്കാട്ടിലും ചെറിയ ഇൻറ്റിജർ, അതോ അതിനെക്കാട്ടിലും ചെറിയ ഇൻറ്റിജർ, ആദ്യത്തെ ഇൻറ്റിജർ 0. ഇനി -2.6. -2.6ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതായിരിക്കും? എല്ലാവരും പറയും -2 എന്ന്. -2 ആണോ നമുക്ക് നോക്കാം. -2.6ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -2 ആണോ നോക്കാം. അപ്പൊ 0 ഇവിടെ, -1 ഇവിടെ, -2 ഇവിടെ, -3 ഇവിടെ, -4 അങ്ങനെ വരും. -2.6 എവിടെയായിട്ട് വരും? -2 ഇവിടെയാണ്, -2.6 ഇവിടെയായിട്ട് വരും. -2.6. അപ്പം അതിനെക്കാട്ടിലും ചെറുതിന് വേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള എടുക്കണ്ടേ. അപ്പം -2 റൈറ്റ് സൈഡിലുള്ള അതിനെക്കാളും വലുതല്ലേ എടുക്കണ്ടേ, ചെറുതാ. അപ്പം നെഗറ്റീവ് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിനെക്കാട്ടിലും ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂമറിക്കലി ഒന്നുകൂടെ കൂടും. -2ന്റെ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് എന്ന് വെച്ചാൽ -3 -2.6. പോസിറ്റീവ് നമ്പറാണ് ഈസി ആയിട്ട് പറയാം. പോസിറ്റീവ് ഏത് വെച്ചാലും 10.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 10 5.6ന്റെ 5 പോസിറ്റീവിന് പ്രശ്നമില്ല. 0.5ന്റെ 0 ഇൻറ്റിജർ പാർട്ട് അങ്ങ് എടുത്താൽ മതി. പോയിന്റിന് മുമ്പുള്ളതാണ് പോസിറ്റീവിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതൊക്കെ. പക്ഷേ നെഗറ്റീവ് വരുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ ഇടത് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും -2.6ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -2 അല്ല, ഇടത് സൈഡിൽ വരുന്നത് -3 അത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ -4.5ന്റെ ആണ്. -4.5ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -4 അല്ല, -5. നെഗറ്റീവ് വരുമ്പോൾ ഒന്നുകൂടെ മാറും, ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ഇതിനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഓരോന്നിന്റെ പോയിന്റ് എടുത്ത് അങ്ങനെ വരച്ചാൽ ശരിയാവത്തില്ല. നമ്മൾ ഓരോ ഇന്റർവെൽ എടുത്ത് കണ്ടുപിടിക്കാൻ പോവാം. അതായത് f of x equal to ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x അല്ലേ. ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് പോസിറ്റീവ് നമുക്ക് ആദ്യം 0 തൊട്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1, 0 1 2 3. അപ്പൊ 0 തൊട്ട് 1ന് മുമ്പ് വരെ 1 എടുക്കുന്നില്ല. 0 തൊട്ട് 0 ഉൾപ്പെടെ 0യുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0 0.1ന്റേത് 0 0.2ന്റെ 0 അങ്ങനെ 0.999 എത്ര വന്നാലും അതെല്ലാം 0 ആണ്. 1 മാത്രമില്ല. ഈ കേസിലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 0 തൊട്ട് 1 വരെ ഈ പോർഷനിൽ ഫുള്ള് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0. ഇനി 1 തൊട്ട് 2 വരെ നോക്കുക, 1 ഉൾപ്പെടെ. 1 എടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1 ആണ്. 1 തൊട്ട് 2ന് മുമ്പ് വരെ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2. ഈ കേസിൽ 1 തൊട്ട് 2ന് മുമ്പ് വരെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള 1 വരും. ഇനി 2 തൊട്ട് 3 വരെ, 2 ഉൾപ്പെടെ 3 ഇല്ല, 3 എടുക്കരുത്. 3 എടുക്കുമ്പോഴത്തേക്ക് 3ലേക്ക് പോകും. 2 തൊട്ട് 2 ഉൾപ്പെടെ ലെസ് ദാൻ 3 വരെ, ആ കേസിൽ 2 അങ്ങനെ പോകും. ഇനി 3 തൊട്ട് 4 വരെ 3 വരും. അങ്ങനെ വരും. ഇനിയിപ്പോൾ നമുക്ക് നെഗറ്റീവും കൂടി എടുക്കാം. ഇപ്പോൾ 0 വരെ ഇത് തൊട്ട് ഇവിടെ വരെ എടുത്ത് ഇനി നെഗറ്റീവ് എടുക്കാൻ പോവാം.
-1 തൊട്ട് 0 വരെ. ഈ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 0. -1 വരുമ്പോൾ -1 ആണ്. -1 ഇപ്പുറം വരുമ്പോൾ -0.9 വരും, 0.8, -0.2, അങ്ങനെ ഇവിടെ എല്ലാം വരുന്നത്. ആ കേസിലെല്ലാം -1 ആണ്. ഇനി അതുപോലെ തന്നെ -2 തൊട്ട് -1 വരെ -2 വരും. -3 if -3 ലെസ് ദാൻ x ലെസ് ദാൻ -2. ഇങ്ങനെ പോകും. നമുക്ക് ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. -0, 1, 2, 3, -1, -2, -3, -1, -2, -3, 1, 2, 3. നോക്കാം. 0 തൊട്ട് 1 വരെ, 0 ഉൾപ്പെടെ 0 തൊട്ട് 1 വരെ കംപ്ലീറ്റ് 0യാ. അപ്പൊ 0യിൽ 0 ആണ്, 0.1ല് 0, ഇവിടെ എല്ലാം 0 ആണ്. 1ൽ വരുമ്പോഴത്തേക്ക് നേരെ 1ലേക്ക് പോകും. അപ്പം 0 ഉൾപ്പെടെ, 0 ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡാർക്ക് ചെയ്തിടും. അവിടെ തൊട്ട് ഇത് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ വരും. ഇവിടെ കംപ്ലീറ്റ് 0 ആണ്. 1 വരുമ്പോൾ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ടൊരു റൗണ്ട് ഇടും. 1 വരുമ്പോഴത്തേക്കും ഇനി 1 തൊട്ട് 2 വരെ, 2 മാത്രമില്ല, 2 വരെ 1 വരും. 1 വരുമ്പോഴത്തേക്ക് നേരെ 1ലോട്ട് പോകും. അടുത്തത് വരുമ്പോഴും 1 ആണ്. ഇതിങ്ങനെ പോകും. 2 വരുമ്പോഴത്തേക്കും 2 വരുമ്പോൾ ഇല്ല, 1 വരുമ്പോൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡാർക്ക് ചെയ്തിടുന്നു. ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ടിടുന്നു. ഇങ്ങനെ വരും. ഇവിടെ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഓപ്പൺ ആകും. ഇവിടെ 1ലേക്ക് വരും, നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അങ്ങനെ പോകും. ഇനി 2 എത്തുമ്പോഴത്തേക്ക് നേരെ 2ലോട്ട് ജമ്പ് ചെയ്യും. ഇവിടെ വരും. ഇതിങ്ങനെ ഇവിടെ 2 ഇങ്ങനെ പോയി 3 എത്തുമ്പോൾ അടുത്ത 3ലേക്ക് ജമ്പ് ചെയ്യുന്നത്. അപ്പം 3 ഇവിടെ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പട്ടിടും. ഇതിവിടെ ഓപ്പൺ ആയിട്ടിടുക. അപ്പോൾ ഇവിടെ ഡാർക്ക് ആയിട്ട് ഇനി നേരെ ഈ 2ന്റെ നേരെ ഇവിടെ, അതുപോലെ 1ന്റെ നേരെ ഇവിടെ. അങ്ങനെ ഇപ്പോൾ താഴെ ചെയ്യണം. -1 തൊട്ട് 0 വരെ, -1 തൊട്ട് 0 വരെ -1 ആണ്. -1ന് -1 ആണ്. അതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡാർക്ക് ചെയ്തിരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് 0യിൽ എത്തുമ്പോൾ ഇല്ല, 0യിൽ എത്തുമ്പോൾ നേരെ 0യിലേക്ക് ചാടിക്കറും. ഇനി അടുത്ത -2ല് -2 ആണ്. ഡാർക്ക് ചെയ്തിടാം. ഇതിവിടെ ഇങ്ങനെ പോയി ഇവിടെ വരുമ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് ജമ്പി. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട്, സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇത് ഒരു സ്റ്റെപ്പ് പോലെ ഇത് പോകുന്നത് ഈ ഫംഗ്ഷൻ. ഇതുണ്ട് നേരെ ഇങ്ങനെ ഇവിടെ നേരെ ജമ്പ് ചെയ്യുന്നു. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകും. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇതിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയും. സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതിന്റെ ഡൊമൈൻ നോക്കുക. ഡൊമൈൻ ഇസ് ഈക്വൽ ടു ഓരോ ഭാഗവും. ഈ ഭാഗം ഓൾറെഡി 0 തൊട്ട് 1 വരെ 1 മാത്രമില്ല. പക്ഷേ ഇതിനെ നേരെ താഴോട്ട് വരുമ്പോൾ 1 തൊട്ട് ഇതിങ്ങനെ ഇവിടെ ഡാർക്ക് ആയിക്കോളും. 1 തൊട്ട് 2 വരെ വരും. അടുത്ത പോർഷൻ കൊണ്ട് വരുമ്പോൾ 2 തൊട്ട് 3 വരെ അങ്ങനെ പോകും. ഇനി താഴത്തേനെയും മേളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫുള്ള് 6 വരും. കംപ്ലീറ്റ് 6 വരും. ഡൊമൈൻ 6. റേഞ്ച് നോക്കുക. റേഞ്ച് y ആക്സിസിലേക്കാണ് കൊണ്ടുവരുന്നത്. റേഞ്ച് y ആക്സിസിലേക്ക് ഈ പാർട്ടിനെ y ആക്സിസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 0 മാത്രമേ കിട്ടുള്ളൂ. ഈ പാർട്ടിനെ y ആക്സിസിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 മാത്രമേ കിട്ടുള്ളൂ. 0 ഉണ്ട്, 1 ഉണ്ട്. ഇതിനെ കൊണ്ടുവരുമ്പോൾ 2 വരും. അടുത്ത 3 വരും, 4 വരും. ഇൻറ്റിജേഴ്സ് മാത്രം. അതുപോലെ -1 വരും, -2 വരും, -3. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് കംപ്ലീറ്റ് വരും. ഇൻറ്റിജേഴ്സ് മാത്രമേ വരുള്ളൂ. ഇടയ്ക്കത്തേതൊന്നും വരുന്നില്ല. 0യുടെയും 1ന്റെ ഇടയ്ക്കത്തേതൊന്നുമില്ല. 0 വരുന്നുണ്ട്, അടുത്ത 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ഒരു -1 ഉണ്ട്, -2. അപ്പോൾ എല്ലാ ഇൻറ്റിജേഴ്സും ഇസഡ് കംപ്ലീറ്റ് വരും. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇസഡാ. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഇസഡ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഡെഫിനിഷന്, ഗ്രാഫ്, ഡൊമൈൻ, റേഞ്ച്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പേരുള്ള ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോണം. ഏത് വേണേലും ചോദിക്കാം. ഒരെണ്ണം ചോദിക്കാം, 3 4 മാർക്കിന് ചോദിക്കുന്നതാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻസിൻ്റെ കുറച്ച് ഓൾജിബ്ര, കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അതും ചോദിക്കുന്ന. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. 2 റിയൽ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് തരും, എഫും ജിയും. Given 2 real functions f from x to r and g from x to r. ഈ x എന്ന് പറഞ്ഞ r ന്റെ ഒരു സബ്സെറ്റ് ആണ്.
ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, ആ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ് എക്സ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷൻസ് എഫ് ഫ്രം എക്സ് ടു ആർ, ജി ഫ്രം എക്സ് ടു ആർ, രണ്ട് റിയൽ ഫംഗ്ഷൻസ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ആറിന്റെ ഒരു സബ്സെറ്റ്. അപ്പൊ ആ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കുറെ ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെയുള്ള കുറച്ച് ഓൾജിബ്ര അത് പഠിക്കാം. ഒന്നാമത് ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് പ്ലസ് ജി ഫ്രം എക്സ് ടു ആർ തന്നെ ഗിവൺ ബൈ എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്, എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് പ്ലസ് ജിയും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ അടുത്തത് രണ്ടാമത്തേത് എഫ് മൈനസ് ജി, അനദർ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ ഗിവൺ ബൈ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. മൂന്നാമത്തേത് എഫ് ഇൻറ്റു ജി പ്രോഡക്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ ഗിവൺ ബൈ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ചുമ്മാ എക്സ്പാൻഡ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. നാലാമത്തേത് ഒരെണ്ണം കൂടെ എഫ് ബൈ ജി. അവിടെ നമുക്ക് എക്സ് ടു ആർ എന്ന് എഴുതാൻ പറ്റില്ല, ഡൊമൈൻ ഏതാന്ന് വ്യക്ത ഡിവിഷൻ ഇല്ലേ. ഡിവിഷൻ ഉള്ളതുകൊണ്ട് ഈ എഫ് ബൈ ജി ഈ സൈ ഫംഗ്ഷനെ എഴുതാൻ പറ്റുള്ളൂ. എവിടെ നിന്ന് എങ്ങോട്ടാന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. എഫ് ബൈ ജി എഴുതുമ്പോൾ ജി നോട്ട് ഈക്വൽ ടു സീറോ, ഡിനോമിനേറ്റർ സീറോ ആവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ കൃത്യമായിട്ട് തന്നാലേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ഡെഫിനിഷൻ ഇതാണ്, ബൈ എഫ് ബൈ ജി ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് കോമ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. ജി ഓഫ് എക്സ് സീറോ ആവാൻ പാടില്ല, ഡിനോമിനേറ്റർ സീറോ ആവരുത്. ഒരെണ്ണം കൂടിയുണ്ട്, അഞ്ചാമതായിട്ട് ഒരെണ്ണം കൂടിയുണ്ട്. ആൽഫ ഇൻറ്റു എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ കോമ ആൽഫ ബിലോങ്സ് ടു ആർ ഈസ് എ കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റും ആൽഫ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ആൽഫയും എഫും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ആൽഫ കോൺസ്റ്റന്റ് ആണ്, എഫ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡൊമൈൻ എക്സ് ടു ആർ ഗിവൺ ബൈ ആൽഫ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആൽഫ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നമുക്ക് മാറ്റിയിടാം, ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഈ ഡെഫിനിഷൻ ഓർത്തിരിക്കണം. അഡീഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യുക, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. സബ്ട്രാക്ഷൻ അതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. പ്രോഡക്റ്റും എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. കോഷ്യന്റ് അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ആൽഫ കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് വരുമ്പോൾ മാത്രം കോൺസ്റ്റന്റ് വെറുതെ മാറ്റിയിടുന്നു, ഇൻറ്റു എഫ് ഓഫ് എക്സ്. അല്ലാതെ ആൽഫ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഇൻറ്റു ആൽഫ എക്സ് അല്ല എഫ് ഓഫ് എക്സ്. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്താൽ മതി, അത് വളരെ എളുപ്പമാണ്. രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 3x, ജി ഓഫ് എക്സ് 4x മൈനസ് 7, 4x മൈനസ് 7 എഫ് പ്ലസ് ജി അതെല്ലാം കണ്ടുപിടിക്കാം. ഫൈൻഡ് എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി, പിന്നെ 3 ഇൻറ്റു എഫ് മൈനസ് 2 ഇൻറ്റു ജി. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ചുമ്മാ എഴുതി വെച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ഓരോന്നും മിക്കവാറും ചോദിക്കാറുണ്ട്, ഓരോന്നിനും ഓരോ മാർക്കുള്ളതാണ്. വളരെ ചുമ്മാ എഴുതി വെച്ചാൽ മതി. ആദ്യം നമുക്ക് എഫ് പ്ലസ് ജി കാണാം. എഫ് പ്ലസ് ജി എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഡെഫിനിഷൻ അറിയാമല്ലോ, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്, അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് ജി ഓഫ് എക്സ് 4x മൈനസ് 7. ഇതൊന്നാണ് സിംപ്ലിഫൈ ചെയ്തത്. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4x മൈനസ് 3xും പ്ലസ് 4xും മൈനസ് 3യും പ്ലസ് 4ഉം പ്ലസ് 1 വരും, പ്ലസ് 1x പ്ലസ് എക്സ് എന്ന് എഴുതിയാൽ മതി. പ്ലസ് 1xനെ 1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, 1x എക്സ് എന്ന് എഴുതിയാലും മതി. പിന്നെയുള്ളത് എക്സ് സ്ക്വയർ ആയി എക്സ് ആയി, എക്സ് സിംപ്ലിഫൈ ചെയ്ത് മൈനസ് 7. ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 7 അതാണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഇനി എഫ് മൈനസ് ജി കാണാനാണ് അടുത്ത പറഞ്ഞത്. എഫ് മൈനസ് ജി കാണാൻ പറഞ്ഞാൽ എഫ് മൈനസ് ജി ഓഫ് എക്സ്. അത് നമുക്ക് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 3x. മൈനസിന് ശേഷം ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, മറന്നാൽ തെറ്റിപ്പോ. മൈനസ് ജി ഓഫ് എക്സ് 4x മൈനസ് 7. എക്സ്പാൻഡ് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4x പ്ലസ് 7. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ ഒരെണ്ണേ ഉള്ളൂ, ഇത് മാത്രം. മൈനസ് 3xും മൈനസ് 4xും മൈനസ് 3xും മൈനസ് 4xും രണ്ടും മൈനസ് ഒന്നാൽ കൂട്ടിയിട്ട് അസൈൻ ഇട്ടാൽ മതി. മൈനസ് 3യും മൈനസ് 4ഉം വരുമ്പോൾ മൈനസ് 7 അല്ലേ.
മൈനസ് 7x പിന്നെ പ്ലസ് 7. ഇതാണ് എഫ് മൈനസ് ജി. ഇനി അടുത്തത് എഫ് ഇൻറ്റു ജി ആണ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും വെറുതെ അങ്ങ് പ്രോഡക്റ്റ് ആക്കി എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 3x ബ്രാക്കറ്റ് ഇടുക ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ 4x മൈനസ് 7. ഇനി സമയവും സൗകര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊന്നും ആരും നിർബന്ധം പിടിക്കത്തില്ല. ഇങ്ങനെ ഇട്ടാലും മതി. ഇനി വേണ്ടവർക്ക് എക്സ് സ്കോർ വെച്ച് ഇതിനെ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 3x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇത്ര എഴുതിയാലും മതി. ഇനി എഫ് ബൈ ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അവിടെ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 3x ബൈ ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ 4x മൈനസ് 7 കോമ 4x മൈനസ് 7 നോട്ട് ഈക്വൽ ടു 0. ഇത്ര എഴുതണം. ഇതും കൂടെ എഴുതണം. ഇത് എഴുതിയില്ല മാർക്ക് എടുത്തില്ല. അപ്പോൾ അത്രയായി. ഇനി 3 ഇൻറ്റു എഫും മൈനസ് 2 ഇൻറ്റു ജിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇനി 3 ഇൻറ്റു എഫ്. 3 ഇൻറ്റു എഫ് എന്ന് വെച്ചാൽ ഓഫ് എക്സ് ആണ് ഈക്വൽ ടു 3 നമുക്ക് മാറ്റിയിടാം ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോക്കുക. എക്സ് സ്ക്വയർ മൈനസ് 3x. എക്സ് സ്ക്വയർ മൈനസ് 3x. വേണമെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 3x സ്ക്വയർ മൈനസ് 9x. എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണേൽ ചെയ്താൽ മതി. ഇനി മൈനസ് 2 ഇൻറ്റു ജി. മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ്. അതിന് നമുക്ക് മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് മൈനസ് 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ജി ഓഫ് എക്സ് 4x മൈനസ് 7. വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. മൈനസ് 8x പ്ലസ് 14. നിർബന്ധമില്ല. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക. നന്നായിട്ടത് മനസ്സിലാക്കി എടുക്കണം. എളുപ്പമുള്ള കാര്യങ്ങളാണ്. നന്നായിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും